പത്തനംതിട്ട റാന്നി പ്ലാച്ചേരി ഫോറസ്റ്റ് സ്റ്റേഷനിൽ ജീവനക്കാർ നട്ടുവളർത്തിയ കഞ്ചാവ് ചെടികൾ പോലീസ് കണ്ടെത്തി. 24 വാർത്തയെ തുടർന്നായിരുന്നു പരിശോധന. ഫോറസ്റ്റ് സ്റ്റേഷന് മുമ്പിൽ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധിച്ചു. ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസറുടെ അറിവോടെയാണ് ഗ്രോ ബാഗിൽ കഞ്ചാവ് വളർത്തിയതെന്ന് വകുപ്പുതല അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. ഉദ്യോഗസ്ഥരുടെ പങ്കിനെക്കുറിച്ച് ഫോറസ്റ്റ് വാച്ചർ വെളിപ്പെടുത്തുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തുവന്നു. പ്ലാച്ചേരി സ്റ്റേഷനിൽ കഞ്ചാവ് ചെടി വെച്ചിട്ടുണ്ടായിരുന്നു. എവിടെ വെച്ചത്? പഴയ കെട്ടിടത്തിൻ്റെ പുറകിൽ. എത്ര ചെടി വെച്ചിട്ടുണ്ട്? 10 കിളുത്ത് വന്ന എത്ര എണ്ണം വെച്ച്? 13 എണ്ണം വെച്ചോ? ഇല്ല, മൊത്തം 40 എണ്ണം വെച്ച്. എത്ര വലിപ്പത്തിൽ വെച്ചു? വിശദമായ അന്വേഷണം നടത്തുമെന്ന് വനമന്ത്രി എ കെ ശശീന്ദ്രൻ പ്രതികരിച്ചു. വാർത്ത ശ്രദ്ധയിൽപ്പെട്ടു. അതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ എന്താണ് സംഭവിച്ചത്, അതിന്റെ വിശദാംശങ്ങൾ എന്താണ്, എത്ര കാലമായി അത് തുടങ്ങിയിട്ട് അങ്ങനെ ഉണ്ടെങ്കിൽ അത് സംബന്ധിച്ച് പൂർണ്ണ വിവരം തയ്യാറാക്കി നൽകുവാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വസ്തുതകൾ പരിശോധിച്ച് വസ്തുനിഷ്ഠമായ ഒരു പരിശോധനയ്ക്ക് ശേഷം കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് കണ്ടാൽ കുറ്റവാളിക്കെതിരെ കർശനമായ നടപടികൾ സ്വീകരിക്കാനാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. ശ്രീകുമാരപുരമായ ശ്രീത്ത്, ഗ്രോ ബാഗിൽ 40 കഞ്ചാവ് തൈകൾ നട്ട് വെള്ളമൊഴിച്ച് അതിന് വെയിലും മഴയൊന്നും കൊള്ളിക്കാതെ അങ്ങനെ വളർത്തിയെടുക്കാനുള്ള ആ കൃഷിക്കുള്ള ചേതോവികാരം എന്തായിരുന്നു? ഹാഷ്മി, രാവിലെ 8:30 മണിയോടുകൂടി നമ്മൾ തന്നെയാണ് ഈ വാർത്ത പുറത്തുവിടുന്നത്. അതൊരു റിപ്പോർട്ടായിരുന്നു, റേഞ്ച് ഓഫീസർ എൻ്റെ ഒരു റിപ്പോർട്ടായിരുന്നു അത്. എന്തായാലും ആ റേഞ്ച് ഓഫീസർ റിപ്പോർട്ട് നടത്തി അത്തരത്തിൽ ആ റിപ്പോർട്ട് പുറത്തുവിടുന്നു. അതിനുശേഷം ഒരു പ്രതികരണം, അത് ഒരു വാച്ചറുടെ പ്രതികരണമായിരുന്നു. അങ്ങനെ നമ്മളിവിടെ വരുന്ന സമയത്താണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും നാട്ടുകാരും ഒക്കെ പ്രതിഷേധിക്കുന്നത്. ആദ്യം എക്സൈസ് സംഘം പരിശോധനയ്ക്കെത്തി, അവർക്കൊന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതിനുശേഷമാണ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഒരു വിഭാഗം ഇരച്ചു കയറിയത്. അപ്പോൾ പോലീസും ഈ പ്രദേശത്തുണ്ടായിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് തൊട്ടടുത്ത മേഖലയിൽ നിന്ന്, ഒഴിഞ്ഞ കെട്ടിടമാണ്, അതിന് തൊട്ടടുത്ത മേഖലയിൽ നിന്ന് ഒരു ഗ്രോ ബാഗിൽ ഉപേക്ഷിച്ച നിലയിൽ കഞ്ചാവ് ചെടി കണ്ടെടുത്തത്. എന്തായാലും ആ കഞ്ചാവ് ചെടി കണ്ടെടുത്ത ഉടൻ തന്നെ നാട്ടുകാർ കൂവി വിളിച്ചുകൊണ്ട് ഇത് നേരെ കൊണ്ടുവന്ന CI ജയകുമാർ, മണിമല CI ജയകുമാറിനെ ഏൽപ്പിക്കുകയായിരുന്നു. ഇത് തൊട്ടടുത്ത മേഖലയാണ്. തൊട്ടപ്പുറത്തെ റോഡിന് അപ്പുറത്തെ വശം പത്തനംതിട്ടയും ഇപ്പുറത്ത് കോട്ടയം ജില്ലയുമാണ്. എന്തായാലും കോട്ടയം ജില്ലയിലെ വനാതിർത്തിയാണ്. എന്തായാലും ഉടൻ തന്നെ ജയകുമാറിനെ വിവരം അറിയിച്ചു. ജയകുമാർ ഇതുമായി പുറത്തേക്ക് പോവുകയായിരുന്നു. എന്തായാലും 24 വാർത്ത നൽകിയത് 40ഓളം കഞ്ചാവ് ചെടികൾ എന്നായിരുന്നു. എന്തായാലും ഗ്രോ ബാഗിൽ വളർത്തിയ മറ്റു കഞ്ചാവ് ചെടികൾ എവിടെയെന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഫോറസ്റ്റ് ഓഫീസർമാരുടെ വലിയൊരു സംഘം ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. വനംവകുപ്പ് മന്ത്രി ഇക്കാര്യത്തിലൊരു അന്വേഷണം നടത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുന്ന പ്രകാരമാണെങ്കിൽ ആ ഒരു അജേഷ് എന്നാണ് അയാളുടെ പേര്, ആ വാച്ചറെ ഇപ്പോൾ താൽക്കാലികമായി മാറ്റി നിർത്തിയിട്ടുണ്ടെന്ന് പറയുന്നു. അയാൾ അറിയാതെ ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിൽ ഒരു കഞ്ചാവ് കൃഷി ഇതിനകത്ത് നടത്താൻ കഴിയില്ല എന്നും മനസ്സിലാക്കുന്നു. ഒരു പക്ഷേ ഇവിടെ കഞ്ചാവ് ഗ്രോ ബാഗിൽ നട്ടുപിടിപ്പിച്ച ശേഷം വനഭൂമിയിൽ എവിടെയെങ്കിലും കൊണ്ടുപോയി കൃഷി ചെയ്യുകയായിരിക്കാമെന്ന ഒരു സംശയമാണ് എക്സൈസിനും പോലീസിനും ഉള്ളത്. കേസെടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. വകുപ്പ് തല നടപടി ഉണ്ടാകണമെന്ന് യൂത്ത് കോൺഗ്രസും ആവശ്യപ്പെട്ടിട്ടുണ്ട്. നാട്ടുകാരും, അത് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ നാട്ടുകാരും പുറത്ത് വലിയ പ്രതിഷേധമാണ്. വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ രൂക്ഷമായ വിമർശനമാണ് എന്തായാലും നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് ഉയരുന്നത്. ഹാഷ്മി, ശ്രീകുമാരനാണ് ചെയ്ത് ഒരു കൃഷിയാണ്, പക്ഷേ കൃഷി കഞ്ചാവ് കൃഷിയായി പോയി, നടപടി നേരിട്ടല്ലേ പറ്റൂ. അതും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ വേലി തന്നെ വിളവ് തിന്നുക എന്നൊക്കെ പറയില്ലേ, അക്ഷരാർത്ഥത്തിൽ വല്ലാത്തൊരു വിളവായിപ്പോയി ആ കഞ്ചാവ് വിളവെന്ന് പറയേണ്ടി വരും.